Got it. Okay. അച്ഛൻ ഓക്കെ അല്ലേ? അച്ഛൻ എന്നൊക്കെ വാ. എടാ അച്ഛനോട് ചേരെടുത്തേ. എന്താ മുതലാളി, വിശ്വൻ മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വന്നതാണോ? വിശ്വൻ മരിക്കില്ല. കാരണം വിശ്വൻ ഒരു വ്യക്തിയല്ല, ഒരാശയമാണ്. ദരിദ്രനും ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ ഒരാശയം. ആശയങ്ങൾ മരിക്കാറില്ലല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അച്ഛോ. ഞാൻ അച്ഛനോട് തർക്കിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും വന്നതല്ല. ചില കാര്യങ്ങൾ അച്ഛനോട് പറയണമെന്ന് തോന്നി. ഈ കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയൊക്കെ നടക്കുന്നതാണ് അച്ഛോ ഞാനും ഇവിടം വരെ എത്തിയത്. പിന്നെ എല്ലാ ബിസിനസ്സുകാരും കാണിക്കണ പോലെ പണം ഉണ്ടാക്കാൻ കുറച്ച് പരാക്രമമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ പള്ളിവക സ്ഥലം കൈയടക്കി വിട്ടുകൊടുക്കാതിരുന്നു എന്ന് പറയണൊക്കെ സത്യമാണ്. അതിപ്പോൾ ഇവിടെ ഒരു കോളേജും ഹോസ്റ്റലും ഒക്കെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അച്ചോ. പഠിക്കാനുള്ള പിള്ളേർ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കുമെന്ന് വിചാരിച്ച്. പിന്നെ ഈ വിശ്വനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാണ്. പക്ഷെ ഞാൻ കൊന്നിട്ടില്ല. മംഗലാപുരത്ത് നിന്ന് ഞാൻ തിരിച്ചു വരണ വരെ നിങ്ങളുടെ കഥ ശരിയാണ്. പക്ഷേ എൻ്റെ കൂടെ കാക്കരമേശൻ ഉണ്ടായിരുന്നില്ല. നിന്നോടാണ് പറഞ്ഞത്. രമേശ വിശ്വ ദൈവമേ, വിശ്വ 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 എടാ നീ എന്താണ് ഈ കാണിച്ചത് രമേശ? ഇത് നിന്നെ കൊണ്ട് ഞാൻ ജയിച്ചതാണെന്നല്ലേ നാട്ടുകാർ കരുതുള്ളൂ. കരുതണമല്ല, അതുകൊണ്ടാണല്ലോ ഇത് ഇപ്പൊ തന്നെ ചെയ്തത്. മുതലാളിക്കെതിരെ സമരം ചെയ്തതിനും മുതലാളിയുടെ ഷെഡ് കത്തിച്ചതിനും മുതലാളി പറഞ്ഞിട്ടാണല്ലോ ഞാനിവനെ കൊന്നത്. രമേശ പോലീസ് ചോദിക്കുമ്പോ ഞാനതേ പറയുള്ളൂട്ടാ, മുതലാളിയായിരിക്കും ഒന്നാം പ്രതി. എടാ നാറി, നീ എനിക്കിട്ട് പണിയണല്ലടാ. വീട് മുതലാളി പറയട്ടേന്ന്, ഇതൊരു പഴയ കണക്കാണ്. എല്ലായിടത്തും തന്നെ തോപ്പിച്ചവനാണ് ഇവൻ. എനിക്ക് പറഞ്ഞു വെച്ച പെണ്ണിനാണ് ഈ നാറി പ്രേമിച്ച് കെട്ടിക്കൊണ്ടുപോയത്. എന്തായാലും മുതലാളിക്ക് ഇവനെ കൊണ്ടുള്ള തലവേദന തീർന്നല്ല. മുതലാളി ധൈര്യമായിട്ട് ഇപ്പൊ തന്നെ മംഗലാപുരത്തോട് തിരിച്ചു നോക്കും. പോലീസ് ചോദിക്കുമ്പോ പഴയ കണക്ക് തീർക്കാനാണ് ഞാനിവനെ കൊന്നേന്നും മുതലാളിക്ക് ഇതിലൊരു പങ്കൂലെന്നും പറഞ്ഞേക്കാം. പോരെ? പിന്നെ ഞാൻ ജയിലിൽ പോയി കിടന്ന കുടുംബം പട്ടിണി ആവരുതല്ല. അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപ വീട്ടിലോട്ട് കൊടുത്തേക്ക്. അതവിടെ കിട്ടിയെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ പോലീസിന് പിടികൊടുക്കുള്ളൂ.